നമ്മെ അത്യധികമായി സ്നേഹിച്ച സ്വർഗീയ പിതാവിന് സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നതോടൊപ്പം ഇവിടെയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവജനത്തെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനവും അറിയിക്കുന്നു. ഈ 5-ാമത്തെ രാത്രിയിലേക്ക് നമുക്ക് വന്ന് ദൈവവചനം പഠിക്കുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനും ഇതുവരെ കർത്താവ് നമ്മെ സൂക്ഷിച്ചതിനുമായി ദൈവത്തിന് സ്തോത്രം. ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളേവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു. പകലത്തെ തിരക്കിനും ഓട്ടത്തിനും അധ്വാനത്തിനും ഒക്കെ ഇടയിൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ സമയം കണ്ടെത്തുന്നത് തികച്ചും ശ്രേഷ്ഠമാണ്. ആ അനുഭവങ്ങൾ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. തിരുവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. ഇന്നും ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സംശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ട് എതിർക്കുന്നു? യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ആരാധിക്കുവാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും നമ്മൾ യേശുവിനെ ആരാധിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സെഷനിലാണ് ഇതേക്കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചു വിട്ടത്. ത്രിയേക ദൈവം അന്ന് ഞാൻ പറഞ്ഞതുപോലെ സകലത്തിലും തുല്യരാണ്. സകലത്തിലും തുല്യരാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതോ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതോ പ്രത്യേകിച്ച് പാപമൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ വേദവചനത്തിൽ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നാം വേദപുസ്തകത്തിലെ ദൈവത്തോട് തുല്യരായി വേറെ എങ്ങും ഇല്ലൊരു ദൈവം കേട്ടോ. വേദപുസ്തകത്തിലെ ദൈവം തന്നെ താൻ വെളിപ്പെടുത്തിയതുപോലെ വേറെ എങ്ങും ദൈവം തൻ്റെ വെളിപ്പാട് നൽകിയിട്ടുമില്ല. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഏതോ ഒരു സഭയിൽ അക്കാര്യം ഓർപ്പിച്ചിരുന്നു. ബൈബിളിന് പുറത്ത് ഒരു വെളിപ്പാടില്ല. ഇന്ന് നമ്മുടെ ഇടയിലും പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. മറ്റ് പല ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചുമുള്ള വെളിപ്പാടുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെയൊക്കെ ഇടയിൽ എങ്ങനെയോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബൈബിളിന് പുറത്ത് ഒരു ദൈവിക വെളിപ്പാട് ഇല്ല. സങ്കീർത്തനം 147 അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഒന്ന് ചേർത്ത് പറഞ്ഞാൽ തൻ്റെ വചനം ഇസ്രായേലിന് അല്ലെങ്കിൽ യാക്കോബിന് ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ദൈവം വേറെ ഒരു ജാതിക്കും ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിനകത്ത് മാത്രമേ വെളിപ്പാടുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം, ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചതുപോലെ, പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്ന 3 ത്രിമൂർത്തികളല്ല. അവർ തമ്മിൽ
ആ ആളത്വങ്ങൾ തമ്മിൽ, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വിശ്വാസ പ്രമാണം എന്നൊരു സംഗതി ഉള്ളത് അറിയാമല്ലോ. അറിയാമോ? അറിയാം. വിശ്വാസ പ്രമാണം എന്നൊരു സംഗതി ഉണ്ടെന്ന് നമ്മൾ എത്ര പേർക്കറിയാം? അത് ചോദിക്കുന്നില്ല. നമ്മുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് ആർക്കൊക്കെ അറിയാം? അവരുടെ കയ്യിൽ നിന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. What is the creed of our faith? നമ്മുടെ വിശ്വാസത്തിന്റെ പ്രമാണം എന്താ? വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രഖ്യാപനം, the declaration of our faith. What is that? എന്താ അത്? ബൈബിൾ ക്ലാസ് അല്ലേ? നിങ്ങൾ പറഞ്ഞോ? തെറ്റിയാലും സാരമില്ല, ഇമ്പോസിഷൻ ഒന്നുമില്ല. എന്തുവാ നമ്മുടെ വിശ്വാസ പ്രമാണം? യേശു അത്രയുള്ള നമ്മുടെ വിശ്വാസ പ്രമാണത്തിനകത്ത് എത്ര പിരിവുകളുണ്ട്, അല്ലെങ്കിൽ എത്ര എന്താണ് പറയുന്നത്, പോയിന്റ്സ് ഉണ്ട് അറിയാമോ? ഇല്ല. IPC ശാലയും ദൈവസഭയില്ല ശുശ്രൂഷിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് എല്ലാവരും തന്നെ IPC-കാരാ. IPC എന്ന സഭയിൽ, ആ സഭയുടെ വിശ്വാസ പ്രമാണം നമുക്ക് അറിഞ്ഞുകൂടാ. നാട്ടിൽ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ സംഘടനകളിലാകാം, പ്രസ്ഥാനങ്ങളിലാകാം. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ വിശ്വാസ സംഹിത എന്താണെന്ന് നാം പഠിക്കണം കേട്ടോ. PIPA-യിലും നമ്മുടെ യൂത്ത് മീറ്റിങ്ങിലും ഒക്കെ വെറുതെ ഓരോ തമാശ പ്രോഗ്രാം ഒക്കെ നടത്തുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയൊക്കെയുള്ള ചില പ്രോഗ്രാംസ് ഒക്കെ നടത്തിയ പ്രയോജനമുണ്ട്. IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഷാരോൺ, ഇങ്ങനെയൊക്കെയുള്ള വേറുപെട്ട സഭകൾക്കൊക്കെ ഏതാണ്ട് ചിലപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്പം ഒന്നും രണ്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ ദൈവസഭകളുടെ ഒക്കെ വിശ്വാസ പ്രമാണം എന്നുള്ളത് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ആണെങ്കിൽ 14 പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. IPC-യിൽ എന്റെ ചിന്ത ശരിയാണെങ്കിൽ 16 or 17 മറ്റോ ഉണ്ട്. നാം വിശ്വസിക്കുന്നത് എന്താ? അതായത് നമ്മൾ വിശ്വസിക്കുന്ന ബൈബിൾ, ഇതാണ് അതിന്റെ ആധാരം. പക്ഷേ ഇതിന്റെ ക്രോഡീകരണം, ഇതിന്റെ അന്തസത്ത മുഴുവനും കൂടെ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണിത്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് വേദപുസ്തകത്തിന്റെ അക്ഷരീക ദൈവനിശ്വാസീയതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും ഒന്നാമത്തേത്. We believe in the verbal inspiration of the Bible as the word of God. വേദപുസ്തകം എന്താണ്? അക്ഷരീകമായി ദൈവനിശ്വാസീയമായ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊന്നാമത്തെ. രണ്ടാമത്തേത്, അതാണ് നമ്മുടെ വിഷയം, അത് പറയാൻ ഇതിന് എത്ര വന്നത്. രണ്ടാമത്തേത്, we believe in one God, eternally existing in 3 persons, namely the Father, the Son and the Holy Ghost. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പേരുകളിൽ 3 ആളത്വങ്ങളിലായി നിത്യമായി നിലനിൽക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ നിത്യനായ ഏക സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അതിനെ ഇത്രയും പറഞ്ഞു വന്നേ. നാം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 ആളത്വങ്ങളിൽ നിലനിൽക്കുന്ന ഏക
സത്യ, സനാതന ദൈവമാണവൻ. ഈ 3 ആളത്വങ്ങൾക്ക് തമ്മിൽ എന്തില്ല? വ്യത്യാസങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ഒരു തരത്തിലുള്ള പിണക്കവും ക്ലാഷും ഉച്ചനീചത്വങ്ങളും ഒന്നുമില്ല. പിതാവിനുള്ളത് ആർക്കുള്ളതാണ്? പുത്രനുള്ളതാ. പുത്രനുള്ളത് ആർക്കുള്ളതാ? പരിശുദ്ധാത്മാവിനുള്ളതാ. പരിശുദ്ധാത്മാവിനുള്ളത് ആർക്കുള്ളതാ? പിതാവിനുള്ളതാ. All the 3 divine persons or persons in the Godhead harmoniously are united together, and they are in utmost harmony and unity. ഈ 3 ആളത്വങ്ങൾ തമ്മിൽ വശ്യമായ ഏകാത്മകതയിൽ, ഐക്യതയിൽ, സ്വരച്ചേർച്ചയിൽ കഴിയുന്നവരാണ്. അവർക്ക് തമ്മിൽ എന്തില്ല? നമ്മുടെ ഇടയിൽ അപ്പനും അമ്മയും സ്വന്തം കുഞ്ഞ്, ഒറ്റ കുഞ്ഞേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എടി കുഞ്ഞ് ആരുടെ കൂട്ടിരിക്കുന്നു? ഭാര്യ ഭർത്താവും കൂടെ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാൾ വന്ന ചോദിക്കും, പാസ്റ്റർ കുഞ്ഞ് ആരുടെ കൂട്ടാ ഇരിക്കുന്നേ? ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം അത്. ബ്രദറിന്റെ കൂട്ടാണെന്ന് പറഞ്ഞാൽ സിസ്റ്റർ വേണം, സിസ്റ്ററിന്റെ കൂട്ടാണെന്ന് പറഞ്ഞാൽ ബ്രദർ വേണം. സ്വന്തം കുഞ്ഞിന്റെ ഷേപ്പ് എന്റെ കൂട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അല്പം പ്രയാസം തോന്നും. എന്റെ ഭാര്യയുടെ ഷേപ്പാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസം തോന്നും. സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വന്തം കുഞ്ഞിന്റെ വിഷയത്തിൽ വരുമ്പോഴും ഒരു ചെറിയ സൗന്ദര്യ പണക്കം, ചെറിയൊരിത്. പക്ഷെ ഇത്രയും പോലും ഊഹിക്കാവുന്നതിന്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം ഇതാ. ദൈവത്തോട് അനുബന്ധിച്ച് ഈ ഉദാഹരണം ഒന്നും ചേരുന്നതല്ല, എന്നാലും ഒന്ന് പറയാം. ദൈവത്തിൽ, ഈ ത്രിയേകത്വത്തിൽ എന്തില്ല? ഇങ്ങനെ പോലുമുള്ള പ്രയാസങ്ങളില്ല. അതുകൊണ്ട് ഈ വേദപുസ്തകം ഒരു തത്വം പറയുന്നുണ്ട്, ഒരു സിദ്ധാന്തം വെക്കുന്നുണ്ട്. ആ സിദ്ധാന്തമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരിക്കുമ്പോൾ, സഭയോടുകൂടെ ആളത്വ രൂപത്തിലായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോടൊപ്പം വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിയെടുത്ത് നയിക്കുന്നത് എവിടേക്കാ? തങ്കലേക്കല്ല, പുത്രനിലേക്കും പിതാവിലേക്കുമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആകട്ടെ, ആരാധനയുടെ ആകട്ടെ, വേദപുസ്തക തത്വം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക്. ഇതാണ് പ്രാർത്ഥനയുടെയും തത്വം. ഈ തത്വം ഇതിനകത്ത് 3 പേർക്കും എന്തുണ്ട്? ഇത് വേദപുസ്തക തത്വമായിരിക്കെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചതായിട്ട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും രേഖയുണ്ടോ? ഇല്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ, ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ മനുഷ്യത്വത്തിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട്, തന്റെ ദൈവത്വത്തിന് മീതെ തന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവിനെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പിതാവിനെ ആരാധിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ആ പിതാവ് എന്ത് ചെയ്തു? പുത്രനെ സകലത്തിലും മീതയാക്കി. ആ പുത്രന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങണം എന്ന് വിധിച്ചു. ദൂതൻ, എബ്രായർ 1:6 നാം വായിക്കുന്നു, ദൂതന്മാരോട് പോലും ഒരു കൽപ്പനയുണ്ട്. ഇനിയും പുത്രനെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൂതന്മാർ പോലും അവനെ വണങ്ങണം, ആരാധിക്കണം, നമസ്കരിക്കണം, കുമ്പിടുക എന്ന പദം അവിടെ ഉള്ളത്, നമസ്കരിക്കുക. അപ്പോൾ ഇതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം.
വേദപുസ്തകത്തിന്റെ ഉപദേശം അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഉപദേശത്തിൽ പരിശുദ്ധാത്മാവിന് ഒരു കുണ്ഠിതവും ഇല്ല, പരിശുദ്ധാത്മാവിന് ഒരു വിഷമവും ഇല്ല. ആരും എന്നെ ആരാധിക്കുന്നില്ലെന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവിന് ഒരു പ്രയാസമില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനും ദൈവത്തിനും പ്രയാസമില്ലാത്ത ഒരു പ്രയാസവും ഭാരം നമുക്കെന്തിനാ? ഈ ഇടക്കാലത്ത് വന്നൊരു ട്രെൻഡായത്. ഇപ്പൊ ഏതായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇടക്കാലത്ത് ഇറങ്ങിയ പാട്ട് മുഴുവനും പരിശുദ്ധാത്മാവിനോടുള്ള പാട്ടായിരുന്നു, മുഴുവനും. ഇപ്പം അല്പം ഒന്ന് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനോടല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതോ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതോ എന്തല്ല, പാപമൊന്നുമല്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ തത്വം, ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പിതാവിന് പുത്രനിലൂടെ, അതിനുവേണ്ടി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നു, സജ്ജരാക്കുന്നു, ശക്തീകരിക്കുന്നു. ആത്മാവാണ് അതിനായിട്ട് നമ്മെ ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ആ തത്വം നാം അംഗീകരിക്കണം, അതനുസരിച്ച് നാം ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നത്. അതല്ലാതെ അതിനകത്ത് മറ്റ് പാപമോ മറ്റ് വിഷയങ്ങളോ ഒന്നുമില്ല. ആ ഭാഗം അങ്ങനെ നിർത്തിയിട്ട് മുൻപോട്ട് ഞാൻ പോയിക്കൊള്ളട്ടെ. നാം ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ആത്മാവിൽ വളരുന്ന വിഷയത്തെ കുറിച്ചാണ്. ആത്മാവിൽ വളരേണ്ട മേഖലകൾ ചിലതൊക്കെ നാം ചിന്തിച്ചു. ആത്മാവിൽ നാം വളർന്നാൽ എവിടം വരെ, അല്ലെങ്കിൽ അൾട്ടിമേറ്റായി ആത്യന്തികമായി നമുക്ക് എന്ത് ലഭിക്കും എന്ന് നാം കണ്ടു. ഒന്നുകൂടെ ആ 5 പോയിന്റ്സും ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ അത് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഇന്നലെ നിർത്തിയിടത്തുനിന്നും നാം തുടങ്ങി. Christian growth in the spirit will culminate in these 5 things. എന്തൊക്കെയാ? ഒന്ന്, കർത്താവിന്റെ വരവിൽ നാം കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. 2, ദൈവത്തിന്റെ ജീവനിൽ നാം പങ്കാളികളാകും. 3, കർത്താവിനോട് കൂടെ എത്ര കാലം? യുഗങ്ങൾ നാം വസിക്കും. 4, ആരെ പോലെയാകും? സ്തോത്രം. ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. ആരെ പോലെയാകാൻ? ആ ആഗ്രഹമാണോ നമ്മെ ഭരിക്കുന്നത്? അടങ്ങാത്ത ഒരു ആഗ്രഹം, അൺക്വഞ്ചബിൾ ക്വസ്റ്റ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, ഫോർ ക്രൈസ്റ്റ് ലൈക്ക്നെസ്. ക്രിസ്താനുരൂപ്യത്തിനു വേണ്ടി അടങ്ങാത്ത ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിട്ട് 5-മതായി നാം കണ്ടു, നമുക്ക് ഒരു നിത്യ അവകാശം ലഭിക്കും. എന്തോ അവകാശം ലഭിക്കുന്നത്? തങ്കം കൊണ്ടുള്ള തെരുവീഥികളുള്ള ആ സ്വർഗത്തിൽ, പുതിയ യെരൂശലേമിൽ ഒരു 2.5 ഏക്കർ നമ്മുടെ പേരിൽ പതിച്ചു കിട്ടുന്നതാണോ? കമോൺ, ആണോ? ഒരിക്കൽ ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ച്, പ്രത്യേകിച്ച് YSKL സാറിന്റെ പുസ്തകമൊക്കെ വായിച്ച് പഠിച്ചിട്ട് ഞാനും ഒരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്ര കോടി വിശുദ്ധന്മാർ പുതിയ യെരൂശലേമിൽ എത്തിയാൽ, പുതിയ യെരൂശലേമിന്റെ അളവ് ഇത്രയാണ്, അതൊന്നിപ്പം പറയാൻ ശ്രമിക്കുന്നില്ല. ഇത്ര കോടി വിശുദ്ധന്മാർ അവിടെ എത്തിയാൽ എത്രയും കോടി വിശുദ്ധന്മാർക്ക് ആ പുതിയ യെരൂശലേമിന്റെ ഓരോ തട്ടും ഇത്ര തുല്യമായിട്ട് വിഭജിച്ചാൽ നമ്മിൽ ഒരാൾക്ക് ഇതൊരു 2.5-3 ഏക്കറോളം ആ ഭൂമി അവിടെ കിട്ടാൻ ഇടയുണ്ട്. ഇതൊക്കെ പറയുമ്പം ജനത്തിനൊക്കെ ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞ് എനിക്കും ഭയങ്കര ആവേശമായിരുന്നു. പിന്നീടാണ് കർത്താവ് പഠിപ്പിച്ചത്, അയ്യോ അതൊന്നും വലിയ കാര്യമല്ലെന്ന്. സ്തോത്രം. കാരണം ഈ സ്വർഗീയ യെരൂശലേം പോലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തോ വസ്തു കൊണ്ടാ? എന്താ സംഗതി? എന്തോ കൊണ്ടാ? തങ്കവും ഒക്കെ കൊണ്ടല്ലേ? നിങ്ങൾ എന്നോട് പണങ്ങിയിരിക്കുകയാണോ? പറഞ്ഞേ അല്ലേ? ആണോ അല്ലയോ? വീഥി തന്നെ എന്താ? സ്വച്ഛ സ്ഫടിക തുല്യം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. തങ്കം എന്ന് തൽക്കാലം ചിന്തിച്ചു. ട്രാൻസ്പെറന്റ് ഗോൾഡ് എന്ന് പറയാം. കണ്ണാടി പോലത്തെ തങ്കം, അതാണ് വീഥി. സ്വച്ഛ സ്ഫടികം. സ്ഫടികം എന്ന് പറഞ്ഞാൽ
ഗ്ലാസ്, സ്വച്ഛ സ്ഫടികം, നല്ല കണ്ണാടി, അത്തരം തങ്കം. ചിന്തിച്ചിട്ടുണ്ടോ? വല്ല തട്ടാന്മാർക്കോ ഗോൾഡ് സ്മിത്തുകൾ പോലും അങ്ങനത്തെ ഒരു സ്വർണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പുറം ഇപ്പുറം കാണാവുന്ന തങ്കം. അപ്പം വഴി, റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നുള്ള രത്നങ്ങളും മുത്തുകളും ഒക്കെ നമുക്കറിയാം, പാട്ടും ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വെളിപ്പാട് 22 അധ്യായം വായിച്ചു നോക്കിയാൽ മതി, എഴുതിയിട്ടുണ്ട്. അപ്പം ആ സംഗതിയൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ജീവനില്ലാത്തതും ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ വിലയില്ലാത്തതുമായ ലോഹങ്ങൾ കൊണ്ടാണ്, ഇല്ലെങ്കിൽ സൃഷ്ടികൾ കൊണ്ടാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാവയല്ല. എന്നാൽ ഞാനും നിങ്ങളും അങ്ങെത്തിയാൽ, സ്തോത്രം, നമുക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെ നമുക്ക് വേണ്ടി തമ്പുരാൻ കരുതി വെച്ചിരിക്കുന്ന അവകാശം, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ദൈവം ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായി വന്ന ഈ സാധനങ്ങൾ വല്ലതും ആണോ? ആണോ സഹോദരങ്ങളെ? അല്ല. പിന്നെ എന്തുവാ നമുക്ക് അവിടെ അവകാശമായി ലഭിക്കാൻ പോകുന്നത്? പഞ്ചമുറിവുകളേറ്റ നാഥൻ, എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ അടയാളം, നിത്യതയുടെ നിത്യ തേജസ്സിന്റെ കനത്തിനു പോലും മറയ്ക്കുവാൻ കഴിയാത്തതുപോലെ തന്റെ ദേഹത്ത് അവൻ വഹിക്കുന്നു. ആ നാഥൻ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ നിത്യാവകാശമായി തരുവാനിരിക്കുന്നത്. സ്തോത്രം. ആത്മാവിൽ ജനിച്ച് ജീവിച്ചു വളർന്നാൽ നമുക്ക് കിട്ടുന്ന, നാം എത്തുന്ന ആ ശ്രേഷ്ഠതയുടെ കാര്യമായത്. ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പതിഞ്ഞാൽ പിന്നുണ്ടല്ലോ, ഇവിടുത്തെ മണ്ണാങ്കട്ടയുമായിട്ട് നമുക്കൊരു ബന്ധം കാണത്തില്ല. സ്തോത്രം. ആത്മാവിൽ ജനിച്ചെന്നും ജീവിക്കുന്നുവെന്നും പറയുന്ന നാമൊക്കെ ഇവിടുത്തെ മണ്ണിനോട് പ്രതിപത്തി പുലർത്തുന്നവരല്ലേ? ആണോ? സ്തോത്രം. എന്നാൽ ഭക്തന്മാർ ഈ ദർശനം പ്രാപിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടെ അവർക്കുണ്ടായിരുന്നതൊക്കെ ചപ്പെന്നും ചവറെന്നും പറഞ്ഞു വലിച്ചെറിഞ്ഞു. അങ്ങനെ ഭക്തന്മാർ, ഈ ദർശനം പ്രാപിച്ച വിശുദ്ധന്മാർ വലിച്ചെറിഞ്ഞ കുപ്പകൾ, വലിച്ചെറിഞ്ഞ വേസ്റ്റ്, ഇന്ന് ഞാനും നിങ്ങളും നാട്ടിലെയൊക്കെ പോലെ 2-3 പ്ലാസ്റ്റിക് ചാക്ക് കീറി ഒരുമിച്ച് തുന്നി തോളിൽ തൂക്കിയിട്ട് ആ വിശുദ്ധന്മാർ വലിച്ചെറിഞ്ഞ സംഭവങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി വലിച്ചുകൊണ്ട് നടക്കുകയല്ലേ? ഓർക്കണേ, ചിലപ്പോൾ നമുക്ക് വളരെ വില കുറച്ചും ചിലപ്പോൾ ഫ്രീ ആയിട്ടും ഇവിടുത്തെ സാധനങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും. എങ്ങനെയൊക്കെയാ? വളരെ ചീപ്പായിട്ടും ചിലപ്പോൾ ഫ്രീ ആയിട്ടും സംഭവം കിട്ടിയെന്നിരിക്കും. പക്ഷെ അതെല്ലാം ആത്മാവിൽ ജീവിക്കുന്ന ഒരുവന് കെണിയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവ കഥയുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ മധ്യപ്രദേശിൽ ഒരു സ്ഥലത്ത് പാർക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്നോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹവും, ഞാൻ പലതും പറഞ്ഞിട്ടുള്ള സംഗതി അത്, അദ്ദേഹവും നാട്ടിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനും കൂടെ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി പോയത് ഒരു ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റിലൂടെയാണ്. ഇങ്ങനെ ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ലേലം വിളിച്ച് വളരെ തുച്ഛമായ വിലയ്ക്ക് കച്ചവടക്കാരെടുത്തോണ്ട് പോകും. ഇത് കണ്ട് മനം ആകർഷിക്കപ്പെട്ട ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്നപ്പോൾ 10-20 കിലോയോളം വെണ്ടയ്ക്ക ഒരു വലിയ കൃഷിക്കാരൻ കൊണ്ടുവന്ന് കുടഞ്ഞിട്ടു. അതിന്റെ ലേലം വിളിയായി. 2 രൂപയിൽ തുടങ്ങി, 6 രൂപയിൽ ലേലം വിളി അവസാനിച്ചു. ഇത് കണ്ടപ്പോൾ ഇവർക്കൊരു മോഹം. 1 തരം 2 തരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നമുക്കൂടെ പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് വന്നാൽ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് ഹിന്ദി അറിയത്തില്ല. ഇദ്ദേഹം പറഞ്ഞു, ശരി 8 രൂപ.
ഉറപ്പിച്ചു. 8 രൂപയ്ക്ക് 10-20 കിലോ വെണ്ടയ്ക്കായി ഇവരുടെ കിട്ടി. മോർണിംഗ് വാക്കിന് പോയതാ രാവിലെ. ഒരു പ്ലാസ്റ്റിക് കവർ പോലും കയ്യിൽ ഇരിപ്പില്ല. അവര് പറഞ്ഞു, സാറേ കാശ് കൊടുക്ക, സാധനം എടുത്തോണ്ട് പോകും. ഇവരുടെ കയ്യിൽ 8 രൂപ എടുക്കാനുണ്ട്, പക്ഷെ ഇതിട്ടുകൊണ്ട് പോകാൻ പാത്രമില്ല. 25, 30, 50 അങ്ങോട്ട് രൂപ കൊടുത്ത് 1-2 ബിഗ് ഷോപ്പർ മേടിച്ചു തന്നെ 8 രൂപയുടെ സാധനം കൊണ്ടുപോകാൻ അതിന്റെ പല മടങ്ങ് വിലയുള്ള സഞ്ചി മേടിക്കേണ്ടി വന്നു. 10-20 കിലോ ഒരാൾ പിടിച്ച് പൊങ്ങുവോ? 2 പേരും കൂടെ പിടിച്ച് തൂക്കിയെടുത്തോണ്ട് പോയി വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ചോദിച്ചു, എന്തോ ചെയ്യാനാ ഇത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ചിരിച്ചു. എന്താ കൊണ്ടുപോയത്? വളരെ ചീപ്പായിട്ട് കിട്ടി. ഇതുപോലെ ഈ ലോകത്തിലെ പലതും എനിക്കും നിങ്ങൾക്കും എങ്ങനെ കിട്ടും? ചീപ്പായിട്ടും വളരെ ചിലപ്പോൾ ഫ്രീ ആയിട്ടും കിട്ടും. പക്ഷേ എവിടേക്ക് പോകുന്നവരാണ് നാം? ആത്മാവിൽ ജീവിച്ച് എവിടേക്ക് പോകുന്നവരാ? സ്തോത്രം, നിത്യതയിലേക്ക് പോകുന്നവരാ. അങ്ങോട്ട് ഇതും കൊണ്ട് പോകുവാൻ പറ്റാതെ വലിയ ഭാരമായിട്ട് മാറും. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. സ്തോത്രം, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. പിന്നെ പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? പിന്നെ അല്പമപ്പം വിശപ്പിന് സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. സത്യമാണോ ഇത്? വല്ലവനും മരിച്ചു കിടക്കുമ്പോ സെമിട്രിയിലേക്ക് പോകുന്ന വഴി പാടാൻ എളുപ്പമാ. എന്നാൽ നാം ഈ ഗാനമൊക്കെ, സ്തോത്രം, ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പാടണം. സ്തോത്രം, എന്നിട്ട് നോക്കണം ഇങ്ങനൊക്കെ തന്നെയാണോ. ഇന്ന് ഭാരങ്ങൾ കൂടാൻ എന്തുമാത്രം സാധനങ്ങളാണ് നമ്മുടെ പുറത്ത് കെട്ടിയിട്ടേക്കുന്നത്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ കണ്ടാൽ നമുക്ക് തന്നെ ചിരി വരും. ആത്മാവിൽ ജീവിക്കുന്ന ഒരുവൻ ഒരിക്കലും അങ്ങനെയല്ല. കാരണം അവൻ വളരുക. എവിടേക്കാ വളരുന്നത്? ഈ നിത്യാവകാശത്തിലേക്കാ. ഈ നിത്യാവകാശത്തിന്റെ ദർശനം ദൃഷ്ടികളിൽ പ്രാപിച്ച ഒരു ആത്മീയൻ ഇവിടുത്തെ ഭാരങ്ങൾ കൂടുന്ന ഒന്നും ഫ്രീയിൽ കിട്ടിയാൽ പോലും മേടിച്ചു കൂട്ടത്തില്ല. സ്തോത്രം, ഫ്രീയിൽ കിട്ടിയാൽ പോലും വാങ്ങിക്കൂട്ടത്തില്ല. ഇതാണ്, ഇവിടേക്കാണ് നമുക്ക് വളർന്നെത്തേണ്ടത്. ഇവിടേക്ക് യാത്ര ചെയ്യുന്നവരാണ് നാം എന്ന തികഞ്ഞ ബോധ്യം നമ്മെ ഭരിക്കണം. ഇതുവരെ അതില്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടികളുടെ നടുവിൽ അത് വയ്ക്കുവാൻ ഇന്ന് രാത്രിയിൽ നാം നമ്മെ സമർപ്പിക്കണം. അത് നൽകി തരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം, മുൻപോട്ട് ഞാൻ പോകട്ടെ. Growth is inevitable. വളർച്ച നമുക്ക് കൂടിയേ തീരും. സ്തോത്രം. A growth in accordance with the age. പ്രായത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച. Health in reciprocal to the food we intake. നാം കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചുള്ള പുഷ്ടി നമുക്ക് വേണം. എന്തൊക്കെ വേണം? പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച വേണം, കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചുള്ള പുഷ്ടിയും വേണം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അച്ഛൻ നല്ല ആരോഗ്യവാനാ, അമ്മാമ്മ വളരെ മെലിഞ്ഞിരിക്കുന്നു. ആരോ ചോദിച്ചു, എന്താ അച്ഛാ അമ്മാമ്മയ്ക്കൊന്നും കൊടുക്കത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടാൽ അമ്മാമ്മയ്ക്കുള്ളതും കൂടെ അച്ഛൻ കഴിക്കാണെന്ന് തോന്നുമല്ലോ. അപ്പൊ അച്ഛൻ വളരെ തമാശ പറയുന്ന ആളായിരുന്നു. പറഞ്ഞു, എന്റെ ബ്രദറെ അങ്ങനെയല്ല, നിങ്ങൾ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഇവള് കഴിക്കുമായിരുന്നത്, കഴിച്ചതെല്ലാം കൂടെ അറബിക്കടലിൽ കൊണ്ടിട്ടായിരുന്നെങ്കിൽ കടൽ എന്നേ നികന്നേനെയായിരുന്നു. അപ്പൊ കഴിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഭക്ഷിച്ചതിനകത്ത് ഒത്തെന്തില്ല, പുഷ്ടിയില്ല. ഇല്ല, ആത്മാവിൽ ജീവിക്കുന്ന ഒരുവന് ഈ രണ്ട് സംഗതി കൂടിയേ തീരൂ. ഒന്ന്, പ്രായത്തിന്, ആത്മീയ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ആവശ്യമുണ്ട്.
2, നാം കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചുള്ള പുഷ്ടി. ചിലപ്പോ പറയുമ്പോ ഇവിടെ അങ്ങനൊന്നും കിട്ടുന്നില്ലെന്ന്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കലവറ മുഴുവനും നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. സ്തോത്രം. ഇത് വായിക്കാനുള്ള ഭാഷാ പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. വായിക്കാനും, ഇനിയിപ്പം വായിക്കാൻ നേരമില്ലെങ്കിലും, ഇനി കണ്ണ് കാണാത്തവരാണെങ്കിലും കേൾക്കാൻ ഓഡിയോ സിസ്റ്റവും നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ പല ഭാഷകളും പല വേർഷൻസും നമുക്കുണ്ട്. ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെയാ നമുക്ക് ഈ ആത്മീയ ഭോജനം കഴിക്കാനുള്ള മാധ്യമങ്ങൾ ദൈവം തന്നേക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചുള്ള ആത്മീയ ആരോഗ്യം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. അടുത്തത്, ഇതിന് ഈ പറഞ്ഞ 2 രീതിയിലെ വളർച്ച നമുക്കില്ലെങ്കിൽ, is it sin? Is Christian immaturity a sin? ക്രിസ്തീയ വളർച്ചയില്ലായ്മ, അപക്വത പാപമാണോ? ആണോ? എളുപ്പമുള്ള പലകൂടൊന്നും വന്നിട്ട് നിങ്ങൾ പ്രായത്തിനൊത്ത വളർച്ചയും ആഹാരത്തിനൊത്ത ആരോഗ്യം ഇല്ലെന്നുള്ളത് പാപമാണോന്നാ ചോദിച്ചേ? അന്ന് സ്തോത്രം. ഇബ്രാഹിം ലേഖനം 5-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അത് മുതൽ 6-ാം അധ്യായത്തിന്റെ 8-9 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇബ്രാഹിം ലേഖനത്തിൽ ഏതാണ്ട് 5 തരത്തിലുള്ള താക്കീതുകൾ നമുക്ക് കാണാം. അതിലൊരു താക്കീതാ ഇത്. അവിടുത്തെ താക്കീത് വാർണിംഗ് അഗൈൻസ്റ്റ് ദ ഡേഞ്ചർ ഓഫ് സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വളർച്ചയില്ലായ്മ എന്ന അപകടത്തിനെതിരെ പരിശുദ്ധാത്മാവ് നൽകുന്ന താക്കീതാണ് അവിടെ കാണുന്നത്. പ്രായവും കാലവും നോക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ നാം ആരായിരിക്കണമായിരുന്നു? സ്തോത്രം. പക്ഷേ നാം ശിശുതുല്യരായി ഇന്നും ഇരിക്കുന്നു പോലും. സ്തോത്രം. എബ്രായ ലേഖനത്തിലെ ഭാഗം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം പോകുന്നില്ല. അത്രയും പറഞ്ഞെങ്കിൽ വിടുകയാണ്. ഇന്നലെ നാം കണ്ടു, പാപങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ദൈവം പുനർജീവിപ്പിച്ചു. അങ്ങനെ നാം ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ജനിച്ചു, ദൈവത്തിന്റെ വീട്ടിൽ പിറന്നു. പക്ഷേ ആ പിറന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ജനിച്ച അവസ്ഥയിൽ നിന്ന് നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ? ഈ 2 തത്വം അനുസരിച്ചുള്ള വളർച്ചയും പുഷ്ടിയും ഒക്കെ നമുക്കുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഒരിടത്ത് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഈ വിഷയത്തിനനുബന്ധിച്ച് കൂടെ ഒന്ന് ആവർത്തിക്കാം. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഭൂമിയിലുള്ള ലോകത്തിലുള്ള മനുഷ്യരെ വേദപുസ്തകം എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? എളുപ്പത്തിൽ പണികൂടാതെ വരണേ. തെറ്റിയാലും സാരമില്ല, നിങ്ങളുടെ പ്രതികരണം എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച ഇരിക്കുന്ന, എന്നാൽ പോലും ചിലപ്പോൾ നോക്കിയിരുന്ന് ഇങ്ങനെ അങ്ങ് ആഗ്രഹിക്കാൻ മതി. അതുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ, മാനവ സമൂഹത്തെ, ഹ്യൂമാനിറ്റി, ദ വേൾഡ് പോപ്പുലേഷൻ, അതിനെ ബൈബിൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? എത്രയായിട്ടാ? 3 ആയിട്ട്. ഓക്കെ, ഏതൊക്കെയാ? എന്തോ? കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 10:32 ആ വിഭജനം നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 10:32 1 യഹൂദൻ, 2 യവനൻ, 3 ദൈവസഭ, ചർച്ച് ഓഫ് ഗോഡ്. അപ്പോൾ യഹൂദൻ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ പരമ്പര.
അതിൽ പെടാത്തവരെല്ലാം രണ്ടാം ഗണത്തിൽപ്പെടും, യവനൻ ജാതികൾ. ഈ രണ്ടിൽ നിന്നും യേശുവിനെ മശിഹയായിട്ട് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് കടന്നു വന്ന ജനത്തെ ദൈവസഭ എന്ന് പറയും. ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. പോകട്ടെ, ദൈവസഭയ്ക്കകത്തുള്ളവരെ എത്രയായിട്ട് തരംതിരിക്കാം? അതിൽ നിങ്ങൾ പലരും പറഞ്ഞ വിഭജനം ശരിയാകും. മൂന്നായിട്ട്. ഏതൊക്കെയാ? നാച്ചുറൽ മാൻ, അത് പൊതുവെ ലോകത്തുള്ള മനുഷ്യരാണ്. എങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വെപ്പുപല്ല് പോലെ സഭയ്ക്കകത്തിരിക്കുന്നവരും ഉള്ളത് കൊണ്ട് പൗലോസ് അവരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, പിന്നെ ആത്മീയൻ. ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം വിഭജിച്ചത് 3 തരത്തിലാണ്. വിഭജനം ഇത് തന്നെ, പേരൊന്ന് മാറ്റിയിട്ടു അദ്ദേഹം പറഞ്ഞു സഭയ്ക്കകത്ത് 3 കൂട്ടർ. 1 മെമ്പേഴ്സ്, 2 ബിലീവേഴ്സ്, 3 ഡിസൈപ്പിൾസ്. മെമ്പർമാരുണ്ട്, മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവരവിടുത്തെ അംഗങ്ങളാണ്. മെമ്പർഷിപ്പ് എടുക്കാൻ മുങ്ങണോ മുങ്ങ, ഊരണോ ഊര, വല്ലതും മാസാമാസം ഫീസ് പോലെ ഉണ്ടെങ്കിൽ അതും തരാം. മെമ്പർഷിപ്പ് അതെന്തിനാണെന്നറിയാം? വീട്ടിലാരെങ്കിലും മരിക്കുമ്പം വന്നിരുന്ന് 2 ദിവസം പാട്ട് പാടണ്ടേ? ആള് വേണ്ടേ? കല്യാണത്തിന് വണ്ടി ബുക്ക് ചെയ്ത് പോകുമ്പോൾ ആള് വേണ്ടേ? അതിനൊക്കെ കൂടെ അന്ന് സാമൂഹിക പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട. രണ്ടാമത്തെ കൂട്ടര് ജഡീകൻ. എന്താ ജഡീകന്റെ പ്രത്യേകത? അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ. ആത്മാവിൽ ജനിച്ചാൽ മാത്രം പോരാ, നാം എന്തും കൂടെ വേണം. വളരുകയും വേണം. ആരാ ജഡീകൻ? രക്ഷിക്കപ്പെട്ടവനാണോ പെടാത്തവനാണോ ജഡീകൻ? രക്ഷിക്കപ്പെട്ടവനോ പെടാത്തവനോ? നമ്മൾ പൊതുവെ രക്ഷിക്കപ്പെടാത്തവരെയാണ് ജഡീകരെന്ന് വിളിക്കുന്നത്. ഒന്ന് വായിച്ചു വിട്ടാൽ അവിടെ 3-ന്റെ 1 തൊട്ട് വായിച്ചു. അല്ല, ആരാണ് ജഡീകന്മാർ? കോമായിട്ടിട്ട് പറയുന്നു, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ. അപ്പോൾ ജനിച്ചെങ്കിലും പ്രായത്തിനൊത്തു വളരാതെ സഭയ്ക്കകത്ത് കിടക്കുന്ന പുള്ളികളെ എന്ത് വിളിക്കാം? ജഡീകന്മാരെന്ന് വിളിക്കാം. പിന്നെ അവരുടെ അടുത്ത പ്രകൃതം എന്താ? ദൈവവചനത്തിലെ കട്ടിയായിട്ടുള്ള ഉപദേശ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ, നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ബോറനായിട്ട് തോന്നും. ഉറക്കം വരും. പറയൂ, ഇങ്ങനെ ഇത്രയും കാശും കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ഇതൊക്കെയാണോ? ഒരു സന്തോഷം ഇല്ല. എന്താ സംഗതി? ഈ കൂട്ടർക്ക് എന്താ വേണ്ടത്? പാല്. അതും ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. കട്ടിക്ക് കൊടുത്താൽ അതും ഇറങ്ങത്തില്ല. അപ്പോൾ ഭക്ഷണമല്ല, പാല് മാത്രം കുടിക്കത്തക്ക പരുവത്തിലിരിക്കുന്നവർ അവരാരാണ്? ശിശുക്കൾ, ജഡീകർ, ജനിച്ചെങ്കിലും ആത്മാവിൽ വളരാത്തവർ. പിന്നെ ചേട്ടാ, ഇപ്പോഴും കഴിവായിട്ടില്ല. പിന്നെ അടുത്തത് ആത്മാവിൽ വളരാത്ത പുള്ളികളുടെ ലക്ഷണം, ജഡീകന്റെ ലക്ഷണം എന്തുവാ? ഈർഷ്യയും പിന്നെ പിണക്കവും ഇരിക്കെ ജഡീകന്മാരും ജനിച്ച് ആ പുതുജനനം പ്രാപിച്ചിട്ടില്ലാത്ത സ്വാഭാവിക മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ആത്മാവിൽ ജനിച്ചെങ്കിലും ആത്മാവിൽ വളരാത്തവരുടെ അവസ്ഥയാ. അവരെന്താണ്? ശിശുക്കളാണ്, ജഡീകരാണ്. അവർക്ക് വചനത്തിലെ കട്ടിയായിട്ടുള്ള ആഹാരം
എന്റെ കൂടെ നിങ്ങളുണ്ടോ? വചനത്തിന്റെ കട്ടിയായിട്ടുള്ള ആഹാരം അവർക്ക് പറ്റത്തില്ല, അവർക്ക് പാല് വേണം. അബ്രഹാമിനെയും ദാവീദിനെയും 5 കല്ലും ഗോലിയാത്ത് പുറകോട്ട് വീഴുന്നതും ഒക്കെ പറഞ്ഞാൽ, കർമ്മേൽ തീ ഇറങ്ങിയതൊക്കെ പറഞ്ഞാൽ, അതേസമയം കർമ്മേൽ തീ ഇറങ്ങിയത് അവർക്ക് സുഖിക്കും. അതേസമയം ഏലിയാവിന്റെ ദൈവത്തെ അവർക്ക് ഇഷ്ടമാ, ദൈവത്തിന്റെ ഏലിയാവിനെ അവർക്ക് ദഹിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഏലിയാവിന്റെ ദൈവത്തെ കുറിച്ചാണോ നാം അധികം കേട്ടിട്ടുള്ളതും കേട്ടാൽ സന്തോഷം തോന്നുന്നതും, അതോ ദൈവത്തിന്റെ ഏലിയാവിനെ കുറിച്ചാണോ? അത് കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങളൊന്നും പറയില്ല, ഞാൻ ഇറങ്ങി വരും അങ്ങോട്ട്. ഉണ്ടോ? ദാനിയേലിന്റെ ദൈവത്തെയാണോ നമുക്ക് കൂടുതൽ അറിയാവുന്നത്, അതോ ദൈവത്തിന്റെ ദാനിയേലിനെയാണോ? ദാനിയേലിന്റെ ദൈവത്തെയാ. അതേസമയം നാളെ ഒരാൾ വന്നിട്ട് വാക്യം അത് തന്നെ എടുക്കുന്നത്, ടെക്സ്റ്റ് അത് തന്നെയാ, പക്ഷെ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ദാനിയേലിനെ കുറിച്ചാ. നമുക്ക് ബോറടിച്ചെന്ന് വരുന്ന കഥ. എന്താ ഇതുവരെ പൗലോസിനെ പോലുള്ളവര് ഈ ദൈവത്തിന്റെ ദാനിയേലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത് എന്തുകൊണ്ടാ? ഗ്രഹിക്കാൻ നമുക്ക് പ്രായം. ചിലപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വല്ല കാര്യങ്ങളും ചോദിക്കുമ്പോൾ പറയത്തില്ല, നീ ഇപ്പൊ കുഞ്ഞാ, നിനക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ പിള്ളേർ നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. ഇതുപോലെയാണ് തിരുവെഴുത്തിലെ പല സംഗതികളും നമുക്കിപ്പോഴും ദുർഗ്രഹമായിരിക്കുന്നു. ശൈശവാവസ്ഥയാ. അടുത്തതാണ് എന്തുണ്ട്? ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്, ചർച്ചിൽ നമ്മൾ പോകുന്നുണ്ട്, പാട്ട് പാടുമ്പോൾ നമ്മൾ ഒന്ന് വൈബ്രേറ്റ് ആകും. പക്ഷേ പുറത്തുള്ളവരുടെ അകത്തുള്ളതുപോലെ നമ്മുടെ അകത്തും എന്തൊക്കെയുണ്ട്? ഈർഷ്യയും പിണക്കവും. ഇല്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മളെ കണ്ണടച്ചേക്ക്, ആരാ പറയുന്നത് ഞാൻ കാണത്തില്ല. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത സഭയ്ക്ക് പുറത്തുള്ള നാച്ചുറൽ പീപ്പിൾ, സ്വാഭാവിക മനുഷ്യരുടെ ഉള്ളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളിൽ പലതും രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ, ഒരുപക്ഷെ അന്യഭാഷ പറയുന്ന, ചിലപ്പോൾ ഞങ്ങളെ പോലെ പ്രസംഗിക്കുന്ന നമ്മുടെ അകത്ത് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നാം ആത്മാവിൽ വളരുന്നവരാണോ? അല്ല. എന്നിട്ട് അടുത്തത്, ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? പിന്നെ ഒരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ ഗ്രൂപ്പാ. ആ, സാധാരണ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസം. ഇന്ന് പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൂപ്പിസം പണ്ടായിരുന്നു, ഇപ്പൊ പാനലിസം. ലോക്കൽ സഭകളിൽ പോലും, ലോക്കൽ സഭകളിൽ ഒരു റെസ്റ്റോറന്റിലെ, ഒരു നല്ല റെസ്റ്റോറന്റിലെ ആളില്ല സഭയ്ക്കകത്ത്. ഒരു നല്ല റെസ്റ്റോറന്റിൽ അതിന്റെ ടൈമിംഗ് സമയത്ത് ക്യൂ നിൽക്കുക, കസേര മുഴുവൻ ഫുള്ളാ. ആ റെസ്റ്റോറന്റിലെ ആളില്ല ഒരു സഭയ്ക്കകത്ത്. പക്ഷെ ഇതിനകത്ത് എന്തുവാ? പാനലാ. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ, ചിന്തിച്ചതുപോലെ, ക്രിസ്തു എന്ന നിത്യാവകാശത്തെ പ്രാപിക്കുവാൻ ആത്മാവിൽ ജീവിച്ച് വളരുന്നവരാണോ നാം? സ്വപ്നം കാണരുത് അവിടെ എത്തുമെന്ന്. സ്വപ്നം കാണാൻ പാടില്ല അവിടെ എത്തുമെന്ന്. സ്തോത്രം.
മനസ്സിലാവുന്നുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടു, ആത്മാവ് നമ്മെ ജീവിപ്പിച്ചു, ശരി തന്നെ. പക്ഷേ ഇന്നും നാം ശേഷം മനുഷ്യരെ പോലെ, സാധാരണക്കാരെ പോലെ കഴിയുന്നവരാണെങ്കിൽ, നമ്മുടെ ഇടയിൽ ഇന്നും ഈർഷ്യയും പിണക്കവും ഉണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ ഇന്നും പാനലിസം ഉണ്ടെങ്കിൽ, ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ, സത്യം പറയുക, ദൈവവചനപ്രകാരം നാം ആ നിത്യാവകാശത്തിൽ എത്തുകയില്ല. സ്തോത്രം. നിത്യാവകാശത്തിൽ എത്തുകയില്ല. അത് പ്രസംഗിക്കുന്ന ഞാനായാലും, എന്നെ ഇതിനു വേണ്ടി ഇവിടേക്ക് വിളിച്ച ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായ എന്റെ സ്നേഹിതനായാലും, ഞങ്ങളെ പറഞ്ഞ വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ, ഇതിനെ സംഘടിപ്പിച്ച ലോക്കൽ PIPA ആയാലും, അതിനുവേണ്ടി മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച, ഞാൻ വന്ന പോലെ ഓടിയൊക്കെ നടക്കുന്ന ജെയിംസ് ബ്രദർ ആയാലും, അദ്ദേഹത്തെ പറഞ്ഞ വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പം ഇതൊക്കെയാ വകുപ്പെങ്കിൽ പ്രിയരെ, ഞാനും നിങ്ങളും നിത്യതയിൽ എത്തുകയില്ല. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ട ഒരു വലിയ ആവശ്യകതയുണ്ട്. സ്തോത്രം. നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാലും, കഷ്ടമേൽക്കേണ്ടി വന്നാലും, പ്രിയരെ, ഇങ്ങനെയുള്ള ജഡീകതകളിൽ നിന്ന് നാം മനം തിരിഞ്ഞേ പറ്റൂ. സ്തോത്രം. മനം തിരിഞ്ഞേ പറ്റൂ. ആരെങ്കിലും ഇതൊക്കെ എടുക്കട്ടെ. മുമ്പേ പറഞ്ഞല്ലോ, ഫ്രീയിലും വില കുറഞ്ഞും ഈ സാധനങ്ങളൊക്കെ തരാൻ ആളുണ്ട്. അവരൊക്കെ പിടിച്ചു നിർത്തുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കാൻ ഞാനും നിങ്ങളും തോളൊക്കെ വിരിച്ചു പോകരുത്. ഭാരമാകും. നിത്യതയിലേക്ക് ഇതുകൊണ്ട് പ്രവേശിക്കാൻ പറ്റില്ല. സ്തോത്രം. ശേഷം മനുഷ്യരെ പോലെ നടക്കുന്ന ഗ്രൂപ്പിസം, പാനലിസം, ഈ നമ്മുടെ ഒരാഴ്ചത്തെ ക്ലാസ്സിന്റെ ഫലമായി ഇതിൽ സംബന്ധിക്കുന്ന ജനത്തിന്റെയെങ്കിലും ഉള്ളിൽ നിന്നും, ഇതിൽ സംബന്ധിക്കുന്ന സഭകളുടെയെങ്കിലും അകത്തു നിന്നും പാനലിസവും ഗ്രൂപ്പിസവും ഒക്കെ മാറി, നമ്മുടെ ഇടയിലെ ഈർഷ്യയും പിണക്കവും ഒക്കെ മാറി, നാം ഒക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്ന് വന്നിരുന്നെങ്കിൽ, സ്തോത്രം, നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സുകൾ തീർച്ചയായും അനുഗ്രഹപ്രദമാകും. സ്തോത്രം. അനുഗ്രഹപ്രദമാകും. അതല്ലാതെ ആളെത്ര കൂടി എന്ന് പറഞ്ഞാലും, ഇന്റർനെറ്റിലൂടെ ഇതൊക്കെ എത്ര പേര് കണ്ടെന്ന് പറഞ്ഞാലും, എത്ര ലൈക്ക് അടിച്ചാലും ഒന്നും ഒരു പ്രയോജനവുമില്ല. നാം ആദ്യത്തെ ദിവസം ചിന്തിച്ചതുപോലെ നോട്ട് ഇൻഫോർമേറ്റീവ് ബട്ട് ട്രാൻസ്ഫോർമേറ്റീവ് ആയി ഇത് നമ്മുടെ ജീവിതത്തിൽ മാറണം. സ്തോത്രം. അതിന് നാം ഒരുക്കമാകുമോ? മറ്റൊരു കൂട്ടർ എന്താണ്? they value the leaders not the facts. ദൈവവചനമല്ല അവർക്ക് വിഷയം, അവർക്ക് വിഷയം നേതാക്കന്മാരാണ്. പൗലോസ് എന്തൊരു വാഗ്മിയ, അല്ലെങ്കിൽ എന്തൊരു താർക്കികനാ. അപ്പൊല്ലോസ് എന്തൊരു ഇലക്വന്റ് പ്രീച്ചറാ. പത്രോസ് അദ്ദേഹമാണ് പഴയ മൂപ്പൻ, പഴയ ആള്, സീനിയർ മോസ്റ്റ്. ഗ്രൂപ്പാ. അവര് ഓരോ വ്യക്തികളെയാണ് താരതമ്യം ചെയ്യുന്നത്. വ്യക്തികളെ താരതമ്യം ചെയ്യുക. നാം ആരെയാ കമ്പയർ ചെയ്യാറുള്ളത്? ലീഡേഴ്സിനെ, പാസ്റ്റേഴ്സിനെ. ഇപ്പോഴത്തെ പാസ്റ്റാണോ പഴയ പാസ്റ്റാണോ നല്ലത്? പഴയ പാസ്റ്റിന്റെ ഇത് കൊള്ളായിരുന്നു, പുതിയ പാസ്റ്റിന്റെ ഇത് പോരാ. പഴയ പാസ്റ്റിന്റെ മറ്റേ അത് കൊള്ളായിരുന്നു, പക്ഷെങ്കിൽ ആ ഭാഗത്ത് ഈ പാസ്റ്റർ നല്ലതാ. See, comparing the leaders. ആത്മാവിൽ വളരാതിരിക്കുന്നവരുടെ പ്രകൃതമാണ്. അതും നമ്മുടെ അകത്തില്ലേ? ഉണ്ടോ ഇല്ലയോ? സ്തോത്രം. മാറ്റാൻ നാം തയ്യാറാണോ? ജീവിതത്തിൽ മാറ്റം വരുത്താൻ നാം ഒരുക്കമാണോ? ആത്മാവിൽ വളരുവാനായി, ആത്മാവിൽ വളർന്ന്
ക്രിസ്തു എന്ന നിത്യാവകാശത്തെ സ്വന്തമാക്കുവാനായി നാം ഒരുക്കമാണോ? സ്തോത്രം. അതിന് നാം ഒരുങ്ങണം. സ്തോത്രം. ഒരു 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 പിക്ചർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആരും അയച്ചെന്ന് പറയണ. Many people have grown up in church without growing in Christ. പുള്ളിയെ കണ്ടപ്പോൾ നമുക്ക് ചിരി വരുന്നില്ല. കൊച്ചു പയ്യൻ, പക്ഷെ ഭയങ്കര മീശയൊക്കെ വെച്ച് ആളെങ്ങനെയുള്ള ആളാ? സഭയ്ക്കകത്ത് വളർന്നയാളാ. പക്ഷേ എവിടെ വളർന്നിട്ടില്ല? ക്രിസ്തുവിൽ വളർന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഫേസ് മാറ്റി നമ്മുടെ ഫേസ് വെക്കണ്ടല്ലേ ഇവിടെ, അല്ലേ? സ്തോത്രം. പലരും ഇന്ന് ഈ അവസ്ഥയിലാ. എവിടെ വളർന്നിട്ടുണ്ട്? സഭയ്ക്കകത്ത് ഭയങ്കര പുള്ളികളാ, സഭയ്ക്കകത്ത് വളരെ സ്വാധീനമുള്ളവരാ, പ്രസ്ഥാനത്തിൽ പോലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് നമ്മൾ. പക്ഷെ എവിടെ ഒരു വളർച്ചയില്ല? ക്രിസ്തുവിൽ ഒരു വളർച്ചയില്ല. നമുക്ക് പ്രസ്ഥാനത്തിൽ വളർന്നില്ലെങ്കിലും, ലോക്കൽ സഭയുടെ എങ്ങും നമ്മൾ എത്തിയില്ലെങ്കിലും, നമ്മൾ യോഗ്യരായിരിക്കും ചിലപ്പോൾ അതിനൊക്കെ, പക്ഷെ എങ്ങും നാം എത്തിയില്ലെങ്കിലും നാം എവിടെ വളരണം? ക്രിസ്തുവിൽ വളരണം, ആത്മാവിൽ വളരണം. സ്തോത്രം. കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ എങ്ങും വേണ്ട. നമ്മൾ വെറുതെ പറയാമല്ലോ, ക്രൂശിന് മറഞ്ഞിരിക്കാൻ സഹായിക്കണം എന്നൊക്കെ. അതെ, ആ ക്രൂശിന് മറഞ്ഞു നിന്നിട്ട് സ്തോത്രം, ക്രിസ്തുവിൽ നമുക്കങ്ങ് വളർന്നാൽ മതി. ഈ പോഡിയത്തിന്റെ എന്താ ഉദ്ദേശം? എന്തിനാ ഇത്? ഇതുപോലെ സാധനം വെക്കാനുണ്ടാണോ? അല്ല കേട്ടോ, ഇങ്ങനൊരു ഉപയോഗം ഉണ്ട് ഇതിന്. എന്നാൽ പ്രസംഗിക്കുന്നയാള് ഇതിന്റെ പുറകിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഗം ആവോളം ഇവിടെ മറഞ്ഞ് മുഖവും ശബ്ദവും മാത്രം വെളിയിൽ വന്നാ മതി എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുള്ളത്. പക്ഷെ ഇന്ന് ഞങ്ങളെ പോലുള്ളവർ എന്താ ചെയ്യുന്നത്? വന്ന ഉടനെ സ്റ്റേജിൽ ഇത് പിടിച്ചു മാറ്റും. ഇത് എന്നിട്ട് ഞങ്ങൾ അങ്ങ് നിയമസഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് നടുത്തളത്തിലേക്ക് ഇറങ്ങും. ഇതൊരു ഒരു ഒരു മെറ്റഫോറിക്കലാണ്. ഈ പോഡിയത്തിന് പ്രസംഗകന്റെ സിംഹഭാഗവും മറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ക്രൂശിന്, ക്രിസ്തുവിന്റെ ആളത്വത്തിന്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും മറഞ്ഞിരിക്കണം. സ്തോത്രം. നാം ആവോളം ദൈവത്തിൽ മറഞ്ഞിരുന്നിട്ട് നമ്മിലൂടെ ദൈവമാണ്, ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ക്രൂശാണ് പ്രതിബിംബിക്കേണ്ടത്. സ്തോത്രം. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താ? പോഡിയത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിട്ട് ഇതങ്ങ് മറക്കുക. ഇതുപോലെ ക്രിസ്തുവിന് മുമ്പിലേക്ക് ഇന്ന് നമ്മിൽ പലരും ഇറങ്ങി നിന്നിട്ട് നമ്മുടെ പ്രതിച്ഛായ കൊണ്ട് ക്രിസ്തു മറഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരണം. കർത്താവേ, എന്നെ ആരും കണ്ടില്ലെങ്കിലും, ഞാൻ എങ്ങും വളർന്നില്ലെങ്കിലും, ഞാൻ എങ്ങും എത്തിയില്ലെങ്കിലും, എനിക്കൊരു കസേരയും കിട്ടിയില്ലെങ്കിലും, എനിക്കൊരു പദവിയും ലഭിച്ചില്ലെങ്കിലും, ആരും എന്നെ മാനിച്ചില്ലെങ്കിലും, എനിക്ക് ക്രിസ്തുവിൽ വളരണം, എനിക്ക് ക്രിസ്തുവിൽ മറയണം. സ്തോത്രം. ആത്മാവിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ അകത്തുള്ള എല്ലാ കയ്പുകളും ആകായ്മകളും ജഡത്തിന്റെ സ്വഭാവങ്ങളും ജഡത്തിന്റെ പ്രകൃതങ്ങളും ഒക്കെ മാറിപ്പോകണം. സ്തോത്രം.
അതിന് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുക. അതിനുവേണ്ടിയാകണം ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സമർപ്പണവും. നമ്മൾ പലരും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്നതൊക്കെയും ഏതൊക്കെയോ സഭകളിൽ കേട്ടു, കർത്താവേ, കൊരിന്ത്യ സഭയെ പോലെ ഞങ്ങളെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാക്കി തീർക്കണേ. ശരിയാ, കൊരിന്ത്യ സഭയെ കുറിച്ച് അങ്ങനെയാണ് വായിക്കുന്നത്, സംഭവം ശരിയാ. പക്ഷേ കൃപാവരങ്ങൾക്ക് കൊരിന്ത്യ സഭയിൽ കുറവില്ലായിരുന്നത് പോലെ തന്നെ വേറെയും പലതിനും കൊരിന്ത്യ സഭയിൽ ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. എന്തിനാ പഞ്ഞം ഇല്ലാതിരുന്നേ? വേറെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. ആത്മവരങ്ങൾക്ക് പഞ്ഞം, ആത്മവരങ്ങൾക്ക് അവിടെ ഒരു കുറവും ഇല്ലായിരുന്നു. എന്നാൽ ആത്മഫലത്തിനോ, ആത്മാവിന്റെ ഫലത്തിനോ, അപ്പോൾ ആത്മാവിന്റെ ഫലമില്ലെങ്കിലും എന്ത് സംഭവിക്കാം? വരങ്ങളുടെ പ്രകടീകരണം ഉണ്ടാകാം. Gifts can be manifested even without fruit. മനസ്സിലാക്കണ്ടോ? എന്നാൽ വരമൊന്നുമില്ലെങ്കിലും നാം ഫലമുള്ളവരായി തീരണമെന്നാണ് നമുക്ക് ആത്മാവിനെ നൽകിയ ദൈവത്തിന്റെ ആഗ്രഹം. സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ദൈവം നമ്മെ ഉപയോഗിച്ചെന്നോ ദൈവത്തിന് വേണ്ടി നാം ചിലത് ചെയ്തെന്നോ ഒക്കെ പറഞ്ഞ് ഒന്നും പ്രശംസിക്കാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല. ദൈവത്തിന് സാത്താനെ പോലും തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സ്തോത്രം. ദൈവം നമ്മെ ഉപയോഗിക്കുന്നെങ്കിൽ നല്ല കാര്യം. ലെറ്റ്സ് ബി യൂസബിൾ ഇൻ ഗാഡ്സ് ഹാൻഡ്സ്. ദൈവ കരങ്ങളിൽ നാം ഉപയുക്തരായി തീരട്ടെ, ഉപയുക്തരായി നാം തീരട്ടെ. പക്ഷേ നമ്മെ ഉപയോഗിച്ചെന്ന് കരുതി നമുക്ക് പ്രശംസിക്കുവാൻ, സന്തോഷിക്കുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് ആ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങള് പറയുന്നത് ഭൂതങ്ങളൊക്കെ നിങ്ങൾക്ക് കീഴടങ്ങിയെന്നാ. പക്ഷെ അതിനപ്പുറത്ത് ഞാനൊരു കാഴ്ച കണ്ടു. നിങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ മിന്നലുപോലെ ആകാശത്ത് നിന്ന് വീണു. നിങ്ങളൊരു ആത്മാവ് വിട്ടുപോകുന്നതേ കണ്ടുള്ളൂ, ഒരു ദുരാത്മാവ് വിട്ടുപോകുന്നതേ കണ്ടുള്ളൂ. പക്ഷേ ഞാൻ അതിനും അപ്പുറത്ത് കണ്ടു, സാത്താൻ മിന്നലുപോലെ ആകാശത്ത് നിന്ന് വീണു. എന്നിട്ട് ലൂക്കോസ് 10 കാര്യം ഞാൻ പറയുന്നത്. 20-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു, ഇല്ലെങ്കിൽ സാത്താൻ മിന്നൽ പോലെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ആകാശത്ത് നിന്ന് വീഴുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ സന്തോഷിക്കണ്ട, കോളറി പിടിച്ചിടണ്ട. പിന്നെ എന്തിൽ വേണം നിങ്ങൾ സന്തോഷിക്കുവാൻ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിൽ തന്നെ വേണം നിങ്ങൾ സന്തോഷിപ്പാൻ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ആത്യന്തികമായ ആനന്ദം ഏതിലാണ്? നാം എന്തിലാണ് കൂടുതൽ സന്തോഷിക്കാറുള്ളത്? ആത്മീയമോ ഭൗമികമോ ആയ നേട്ടങ്ങളിലാണോ? അതോ മുഴുവൻ കോട്ടങ്ങൾ നഷ്ടങ്ങളായാലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന തിരിച്ചറിവാണോ നമ്മെ സന്തോഷിപ്പിക്കുന്നത്? സ്തോത്രം. ആത്മാവിൽ ജീവിക്കുന്ന വളരുന്ന ഒരാളിന്റെ സന്തോഷം ഏത് വിഷയത്തിലായിരിക്കും? എന്തിനായിരിക്കും? എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതില്ല. നമ്മൾ അതിലാണോ സന്തോഷിക്കുന്നത്? സ്തോത്രം. എന്നാൽ ഇന്ന് ആ അവസ്ഥകളിൽ നിന്ന് ഐക്യതയിലും സ്നേഹത്തിലും മറ്റും കഴിയുകയും
രക്ഷയിൽ സന്തോഷിക്കുകയും രക്ഷകനിൽ ആനന്ദിക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളിൽ നിന്ന്, ആ സന്തോഷം പങ്കുവെക്കുന്ന ഒരു വിശുദ്ധ സമൂഹമായി സഭ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സഭ വളരെ വീണുപോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, വില്യം ബാർക്ലേ എന്ന് പറയുന്ന കമന്റേറ്ററിന്റെ വാക്കുകളാണ് ഞാൻ കടമെടുത്തെന്ന് പറഞ്ഞത്. സഭയിൽ ഒരുപക്ഷെ ആളുകൂടിയെന്നിരിക്കും, ആളുകൂടിയെന്ന് കരുതി അതിനെ ദൈവത്തിന്റെ സഭയായിട്ടൊന്നും കരുതിയേക്കരുത്. ജനം, കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം പറയുന്നു, ജനം അവിടെ people may be crowding, rushing to your congregation for entertainment, not for instruction. ഉപദേശ സ്വീകരണത്തിനല്ല, പിന്നെന്തിനാ? വിനോദത്തിന് വേണ്ടി ആൾക്കാർ ചിലപ്പോ കൂടിയെന്നിരിക്കും. People may rush to your congregation for a mere soothing, not to be confronted with the fact of sin and the free offer of salvation. ജനം ഓടിക്കൂടുന്നത് ഒരു റിലാക്സേഷന് വേണ്ടി, ഒരു റിലീഫിന് വേണ്ടിയാകാം. എന്തിനു വേണ്ടി ആയിരിക്കില്ല? പാപമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനോ, ദൈവം നൽകുന്ന ഫ്രീ ഓഫറായ സാൽവേഷൻ, രക്ഷയുടെ സൗജന്യ ദാനത്തെ സ്വീകരിക്കുവാനോ ആയിരിക്കില്ല ജനം വരുന്നത്. അങ്ങനെയാണെങ്കിൽ, അതായത് വിനോദത്തിനും ഒരു ജസ്റ്റ് ഒരു മാനസിക സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി വരുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടം എന്തല്ല? സഭയല്ല. പിന്നെന്താ? അദ്ദേഹം പറഞ്ഞു, that can be a very successful Christian club. അതെന്താകാം? വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാകാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൻസൈറ്റ് ആണെന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചു. ക്ലബ് എന്നതിനോടൊപ്പം അദ്ദേഹം എഴുതി, ഇന്ന് നമ്മളെ ചർച്ചിന്റെ ഇൻഫ്രാസ്ട്രക്ചറും നല്ല ക്വയറും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളും AC ഹോളും കാർ പാർക്കിങ്ങും കൺവെൻഷൻ ഗ്രൗണ്ടും, നാട്ടിലേയും കൂടെ സിസ്റ്റം വെച്ച കേട്ടോ, ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല സഭയാ. മിനിമം ഒരു ബീഡിയെങ്കിലും ഉള്ള പാസ്റ്റർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കുകയും വേണ്ട, പിന്നെ കുറെ കാശ് ബാങ്കിലുണ്ടെങ്കിൽ പറയുകയും വേണ്ട. പക്ഷേ പുറമെയുള്ള ഈ സംഗതികൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മാവിന്റെ ഈ പറയപ്പെട്ട സംഗതികളെ അവഗണിക്കുന്ന കൂട്ടമാണെങ്കിൽ അതൊരു ക്ലബ് മാത്രമായിരിക്കില്ല. That also can be a very, very fairly functioning NGO. ഒരു നല്ല NGO കൂടെ. ഇന്ന് അതോടെ എനിക്ക് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ, അദ്ദേഹം ബോംബെ തന്നെയുള്ള ഒരു ഗതാനദാസന, അയച്ചു തന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ ഉതകിയത്, ശരിയാ, ഇന്ന് പല സഭകളും ക്ലബ് മാത്രമല്ല, ജനത്തിന് വരുന്നവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊടുക്കുന്ന ക്ലബ് മാത്രമല്ല, പുറത്തുള്ളവർക്ക് സഹായം കൂടെ ചെയ്യുന്ന ഒരു NGO-യാ. ഇത്രയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അങ്ങ് തൃപ്തരാ. ഇതാണോ ആത്മീയ ജീവിതം? ഇതാണോ ആത്മാവിലുള്ള ജീവിതം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. സ്തോത്രം. ആത്മാവിൽ ജീവിച്ച് ക്രിസ്തുവിൽ വളർന്ന് നിത്യതയുടെ ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. അതിനേക്കാൾ കുറഞ്ഞ ഒന്നിലും നമ്മുടെ ഹൃദയം പതിയരുത്, നമ്മുടെ മനസ്സുടക്കരുത്, ദൃഷ്ടികൾ അതിലൊന്നിലും ആകൃഷ്ടമാകരുത്. സ്തോത്രം. ആകൃഷ്ടമാകരുത്. സ്തോത്രം. ഉലകത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി സംഗതികളുണ്ട്. എന്തൊക്കെയാ ലോകത്തിലുള്ള
സംഗതികൾ. ലോകത്തുള്ള കാര്യങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? എന്തോ എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? 3 ആയിട്ട്. ഏതൊക്കെയാ? ഓക്കെ, ഗുഡ്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അതവിടെ നിൽക്കട്ടെ. സാത്താന്റെ ഭാഷയിൽ പറഞ്ഞാലോ എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? 2 ആയിട്ട്. ഏതൊക്കെയാ? ലൂക്കോസ് 4:5 നാം വായിക്കുന്നുണ്ടത്. ലൂക്കോസ് 4:5 നാം വായിക്കുന്നു. യേശു കർത്താവിനെ പിശാച് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയുണ്ട്? എത്രയുടെ തരംതിരിക്കാം? 2 ആയിട്ട്. എന്തൊക്കെയാ? ലോകത്തിന്റെ അധികാരവും മഹത്വവും, അതോറിറ്റി ഓർ പവർ ആൻഡ് സ്പ്ലെൻഡർ ഓർ ഗ്ലോറി. ഈ 2 സംഗതികൾക്ക് വേണ്ടിയല്ലേ കുടുംബകലഹമായാലും സഭയ്ക്കകത്തെ പ്രശ്നങ്ങളായാലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും അല്ലേ? സഭയ്ക്കകത്ത് ഒരേ അപ്പത്തിൽ നിന്ന് നുറുക്കി ഭക്ഷിക്കുന്ന സഹോദരന്മാർ തമ്മിൽ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എന്തിനാ? ഈ 2 സംഗതിയല്ലേ വരുന്നേ? അധികാരവും മഹത്വവും. ഇത് ആരുടെ വകയാ? ഇതെല്ലാം ആരുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു? പിശാചിന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? ആർക്ക് കൊടുക്കുന്നു? അവന് മനസ്സുള്ളവന് കൊടുക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഉയർച്ച കിട്ടിയെന്നോ, സ്ഥാനം കിട്ടിയെന്നോ, കാശ് കിട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാ തമ്മിലടിക്കുന്നത്? ഇത് കിട്ടാനുള്ള എളുപ്പമാർഗം എന്തുവാ? ഇതൊക്കെ കിട്ടാനുള്ള എളുപ്പമാർഗം എന്താ? അവന്റെ മുമ്പിലൊന്ന് അങ്ങനെ വായിക്കുന്നത്, എനിക്കിഷ്ടമുള്ളവന് കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ, ഒന്ന് നമസ്കരിച്ച് ഒന്ന് കുനിഞ്ഞാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം. സ്തോത്രം. സഹോദരങ്ങളെ, ആത്മാവിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ നിന്നല്ലാത്തതൊന്നും കൈപ്പറ്റാതെ അതിനെ മുഴുവനും വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെച്ചിട്ട്, സ്തോത്രം, മുമ്പ് ഞാൻ പറഞ്ഞ നിത്യത മാത്രം ലാക്കാക്കിക്കൊണ്ട് അതിന്റെ ജീവിതം നയിക്കും. അതിന് നമുക്കൊരു പുനഃസമർപ്പണം ഇന്ന് രാത്രി ആവശ്യമുണ്ട്. എനിക്ക് ക്രിസ്തുവിൽ വളരണം. സഭയിൽ വളർന്നാൽ പോരാ, സഭയിൽ വളർന്നില്ലേലും സാരമില്ല. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ പോലും ആയില്ലെങ്കിലും സാരമില്ല. നമുക്ക് വിഷമം വരുമായിരിക്കും അല്ലേ? ശരിക്കും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എന്നെയാ ഇഷ്ടപ്പെടുന്നത് ടീച്ചറായിട്ട്. എന്നാലും ശരി, എനിക്കിത് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. വിഷമം തോന്നാറില്ലേ? ഉണ്ട്, മാനുഷികമാണ്. പക്ഷേ അത് നിമിത്തം പാടുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. എന്ന് ഏറ്റവും ആദ്യം പാസ്റ്റർ പറയുന്നതിന് മുമ്പേ ബൈബിൾ വായിക്കുന്നത് ഞാനായിരുന്നു. ഈ ജനറൽ ബോഡി കഴിഞ്ഞതോടുകൂടെ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുത്തതോടുകൂടെ, എന്നെ തള്ളിയതോടുകൂടെ ഇനി വേണമെങ്കിൽ അവർ വായിച്ചു കൊടുക്കട്ടെ. നമ്മളൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ? സ്തോത്രം. പ്രിയരെ, യോഗത്തിന് പോലും ചെല്ലു പോകത്തില്ല ഈ പാനലിസം കൊണ്ട്. നാം ഈ പറഞ്ഞ ജഡീകതയുടെ വിഷയത്തിൽ യോഗങ്ങൾ പോലും ബഹിഷ്കരിക്കുന്നവരുണ്ട്. അവര് നടത്തുന്ന യോഗങ്ങൾക്ക് കാശ് കൊടുക്കാത്തവരുണ്ട്. ആ പാനല നടത്തുന്നെങ്കിൽ കാശ് കൊടുക്കത്തില്ല, പോകത്തില്ല, കുറ്റം പറയും. അങ്ങ് ഇന്റർനാഷണൽ ലെവലിൽ വരെ ആ ഒരു അവസ്ഥ ഇന്ന് സഭകളെന്ന് പറയുന്നതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപക്ഷെ നാം ഒക്കെ സാക്ഷികളാണ്.
ഇന്ന് രാത്രി അതെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാനും വളരുവാനും ആ നിത്യത അവകാശമാക്കുവാനും ഒരു സമർപ്പണം നമുക്ക് നടത്താം. സ്തോത്രം. ഈ യോഗം കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പിണങ്ങിയോ ഈർഷ്യയിലോ ഒക്കെ ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ ഔട്ട്കം അവിടെയാ കാണേണ്ടത്. ഇതിന്റെ ഔട്ട്കം അവിടെയാ കാണേണ്ടത്. സ്തോത്രം. ഒരിക്കൽ കാനോശം പറഞ്ഞതുപോലെ, യോഗത്തിന് ആളുകൂടി എന്നുള്ളതിലല്ല യോഗത്തിന്റെ വിജയം ഇരിക്കുന്നത്. ഒരു യോഗം കഴിഞ്ഞിട്ട് ഉലഞ്ഞു കിടന്ന ബന്ധങ്ങൾ ശരിയായെങ്കിൽ, ശിഥിലമായി കിടന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിയുന്നെങ്കിൽ അത് വിജയമായിരിക്കും. ആള് 10 പേരെ വന്നുള്ളായിരിക്കും, പക്ഷേ വന്നവരിലും കേട്ടവരിലും ഈ മാറ്റം സംഭവിച്ചാൽ അതാണ് വിജയം. അതാണ് വിജയം. സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ആ മാറ്റം നമ്മിൽ ആരംഭിക്കാം. ആ മാറ്റം നമ്മിൽ ആരംഭിക്കാം. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടിട്ട് അല്പകാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വളർച്ചയിലേക്ക് എത്തുവാൻ ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒന്ന്, യേശു കർത്താവിന്റെ മാനവ ജനനം, ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്. 2, പരിശുദ്ധാത്മാവ്. 3, തിരുവെഴുത്തുകൾ. 4, ഇന്ന് നമ്മോട് കൂട്ടായ്മ ആചരിക്കാൻ പണ്ട് നമുക്ക് വേണ്ടി മാതൃകയോടെ ജീവിച്ച ഒരു വലിയ വിശുദ്ധ ഗണം. ഇതൊക്കെ ദൈവം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? ഈ വളർച്ചയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനാണ്. അതിൽ നാം ഇപ്പോൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ്. പരിശുദ്ധാത്മാവും ദൈവസഭയും വിവരിക്കേണ്ട ഭാഗങ്ങളാണെങ്കിലും ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വിടാം. ഒടുവിൽ ക്രോഡീകരിച്ച് കാര്യങ്ങളെ പറയാം. പരിശുദ്ധാത്മാവ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഒന്നാമത് എവർലാസ്റ്റിംഗ് ഫെലോഷിപ്പ്. യോഹന്നാൻ 14:14 നിങ്ങളോടുകൂടെ എന്നും ഇരിക്കേണ്ടതിന്. അതുകൊണ്ടാ എല്ലാ ദിവസവും യോഗം കഴിയുമ്പോൾ പാസ്റ്റർ പറയുന്നത് പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടുകൂടി ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് എന്തുണ്ടാവണം? കൂട്ടായ്മ ബന്ധം വേണം. എപ്പോഴൊക്കെ? സ്തോത്രം. ഈ പുസ്തകവും കൊണ്ട് പോകാൻ ഒക്കാത്തിടത്തും പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നമുക്ക് പോകാം. സ്വന്തം ഭാര്യയെ കൊണ്ടുപോകാൻ ഒക്കാത്ത സ്ഥലത്തും, അല്ലെ സ്വന്തം ഭർത്താവിനെയും കൂടെ കൊണ്ടുപോകാൻ ഒക്കാത്ത സ്ഥലത്തും നമുക്ക് ആരെ കൊണ്ടുപോകാൻ കൂടെ? പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാം. ചിലര് വേറെ എങ്ങും വേറെ ആർക്കും വരാൻ ഒക്കാത്തിടത്ത് മാത്രം പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്ന ചില പുള്ളികളുണ്ട്. പക്ഷേ പുറത്തിറങ്ങി വേറെ ആരെങ്കിലും കൂടെ കൂട്ടാൻ പറ്റുമ്പോൾ പറയും ഇനി ഒറ്റയ്ക്കുള്ളപ്പം വന്നാൽ മതിയെന്ന്. മനസ്സിലായോ? അല്ല, ഏതു സമയത്തും ദൈവത്തിന്റെ ആത്മാവുമായി നമുക്ക് എന്ത് വേണം? കൂട്ടായ്മ വേണം. സ്തോത്രം. ചിലരൊക്കെ യോഗത്തിനൊക്കെ വന്നിട്ട് പറയും, പരിശുദ്ധാത്മാവിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഒന്നൊന്ന് സ്വാഗതം ചെയ്തെന്ന്, വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറയും. ആ സമയത്ത് ഓക്കെ, വന്ന വഴിക്കൊന്നും പരിശുദ്ധാത്മാവ് കൂടിയില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളെങ്കിൽ നിങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതിഥിയായിട്ട് വന്ന ആളിനെ എന്ത് ചെയ്യണം? അങ്ങനെയാണല്ലോ നമ്മുടെ ചിലരുടെയൊക്കെ വീഡിയോയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ആരും ഞാൻ കണ്ടില്ല ഇതുവരെ. ഞാൻ നോക്കി, പക്ഷെ എന്റെ കണ്ടില്ലെങ്കിൽ പെട്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് പറയാണെന്ന് ചിന്തിച്ചേക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്. നല്ല കാര്യം. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നതാണ്, unseen guest at every meal and silent listener to every conversation. അത് തമ്മിലാണ് ചേരാത്തത്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ.
എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഓരോ സമയത്തെയും ഭക്ഷണത്തിൽ അദ്ദേഹം അദൃശ്യനായ അതിഥിയാണെന്ന്. എനിക്ക് വീട്ടുകാരന്മാരായ കുടുംബനാഥന്മാരൊരു ചോദ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഊണുമേശയിലെ അതിഥികളാണോ? അതിഥിയാണെങ്കിൽ നിങ്ങൾ ആരല്ല? കുടുംബനാഥനല്ല. കുടുംബനാഥനാണെങ്കിൽ നിങ്ങൾ ആരല്ല? ഗസ്റ്റ് അല്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരത്തില്ല. ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നായക സ്ഥാനത്താണെങ്കിൽ അവൻ ഒരിക്കലും അതിഥിയല്ല. അതിഥിയായിട്ട് അവനെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. സ്തോത്രം. അവനെ അതിഥിയാക്കരുത്. അതിഥിയായിട്ട് ത്രിയേക ദൈവം എങ്ങും വരാൻ ആഗ്രഹിക്കുന്നവനല്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ വരുന്നെങ്കിൽ എങ്ങനെ വരൂ? നാഥനായിട്ടേ വരത്തുള്ളൂ. അവൻ വരുന്നെങ്കിൽ കർത്താവായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവാണെങ്കിൽ നിങ്ങളുടെ സമ്പൂർണ്ണ ജീവിതത്തിന്റെ കർത്താവായിരിക്കും. അല്ലാത്ത പക്ഷം അവൻ നിങ്ങളുടെ കർത്താവേ ആയിരിക്കുകയില്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിന്റെ, നമ്മൾ കഥയൊക്കെ പറയും, പിള്ളേരെ കൊണ്ടിരുത്തി ഒരു വീട്ടിൽ ഒരു മുറിക്കകത്ത് ഇരുത്തി, അവിടെ സാത്താൻ വന്നില്ല, അപ്പുറത്തെ മുറിയും കൂടെ കൊടുത്തു, അവിടെ സാത്താൻ വന്നില്ല എന്നൊക്കെ. ഇങ്ങനെ വിഭജിച്ച് യേശുവിനെ കർത്താവാക്കി കൊടുക്കുന്നിടത്ത് വന്ന് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നവനല്ലവൻ. സ്തോത്രം. അവൻ എങ്ങനെയുള്ളവനാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹി സോ ജെന്റിൽ, അവൻ വളരെ മാന്യനായ വ്യക്തിയാകൊണ്ട് നമ്മുടെ ദൈവം സമ്പൂർണ്ണ കർത്തൃത്വം തനിക്ക് കൊടുക്കാത്ത ഒരു ജീവിതത്തിലും ഒരു കുടുംബത്തിലും ഒരു സഭയിലും അവൻ ഉണ്ടാവുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉണ്ടാവുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? എവർലാസ്റ്റിംഗ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. 2, ഹി ഇൻഡ്വെൽസ് ദ ചർച്ച്, അവൻ സഭയിൽ വസിക്കുന്നു. നമ്മുടെയൊക്കെ സഭകളിൽ പരിശുദ്ധാത്മാവുണ്ടോ? വളരെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നാം പലപ്പോഴും പരിശുദ്ധാത്മാവുണ്ടെന്ന് ചിന്തിക്കുന്നത് പാട്ടുപാടുമ്പോഴത്തെ ഒരു ശബ്ദകോലാഹലം കൊണ്ടാണ്. സ്തോത്രം. ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്, അവൻ നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വാസം നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മവാസം ഇല്ലെങ്കിൽ നാം സഭ അല്ല. 3, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മെ സകലവും ഉപദേശിച്ച് നടത്തുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് സകലവും ഉപദേശിച്ച് നടത്തുന്നു. റെഫറൻസുകൾ ഉണ്ടല്ലോ, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എഴുതാം. 4, യേശു ക്രിസ്തു പഠിപ്പിച്ചത് മുഴുവനും, കർത്താവ് നമ്മോട് ഉപദേശിച്ചത് മുഴുവനും നമ്മെ അവൻ ഓർമ്മപ്പെടുത്തുന്നു. എ റിമൈൻഡിങ് മിനിസ്ട്രി. കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ് യോഹന്നാൻ 14:26. മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ആരെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ? ഒരൊറ്റ പ്രസംഗകനെ കുറിച്ചും ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ജോൺ തോമസ് പാസ്റ്ററെ കുറിച്ചൊന്നും ഞാൻ പറയത്തില്ല, എന്നെ കുറിച്ച് അദ്ദേഹം പറയത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവൻ ആരെ കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് സാക്ഷിക്കുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ചില കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇന്ന് കർത്താവിനെ കുറിച്ചല്ല, പിന്നെ ചില ആൾ ദൈവങ്ങളെ, സഭകൾക്കകത്തുള്ള ചില ആൾ ദൈവങ്ങളെ കുറിച്ചാണ് പ്രശംസയും പ്രസംഗവും. യേശു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യ,
യേശു കർത്താവിനെ ആരെങ്കിലും തെറി പറഞ്ഞാലോ ഒരു പ്രശ്നമില്ല അവർക്ക്. പക്ഷെങ്കിൽ അവര് മുറുകെ പിടിച്ചിരിക്കുന്ന ചില ആൾ ദൈവങ്ങളെ, നേതാക്കന്മാരെയും കുറ്റം പറഞ്ഞാൽ അപ്പോഴേ അവരുടെ നിറം മാറും, രോഷാകുലരാകും. അങ്ങനത്തെ വല്ല പ്രകൃതം ഉണ്ടെങ്കിൽ ഉറപ്പാ ആത്മാവ് കൂടെ ഇല്ല കേട്ടോ. സ്തോത്രം. ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഓർമ്മ തരുന്നത് ആരെ കുറിച്ചാ? ക്രിസ്തുവിനെ കുറിച്ചാ. ക്രിസ്തുവിനെ കുറിച്ചാ. എന്തോ പറഞ്ഞാലും അത് ക്രിസ്തുവിൽ കൊണ്ട് പരിശുദ്ധാത്മാവ് നിർത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് കേരളത്തിലെ ഇപ്പം മാറിയ ഓവർസിയർ പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു സഭയിൽ ചെന്നു, ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വിശ്വാസികളാരോ പറഞ്ഞു, പക്ഷേ വളരെ നന്നായിരുന്നു യേശുവിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞതിൽ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ യേശുവിനെ കുറിച്ച് കേൾക്കാറില്ലേ? ഇത് എല്ലാ ആരാധനാ ദിവസവും യേശുവിനെ കുറിച്ച് കേൾക്കാറുണ്ട്. പിന്നെ അല്ല, എപ്പോഴാണെന്ന് പറഞ്ഞാല് ആശീർവാദം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. പിതാവിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപ, അല്ലെ പുത്രന്റെ കൃപ, ആ ഒരു ആശീർവാദ വചനത്തില് ഞങ്ങൾ യേശുവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവാണെങ്കിൽ അവൻ നമുക്ക് വരാൻ പോകുന്ന അതും ഇതുമൊന്നുമല്ല പറയുന്നത്. അവൻ സാക്ഷിക്കുന്നത് ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും യേശുവിനെ കുറിച്ചായിരിക്കും. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ് ആര്? സകല സത്യത്തിലും അവൻ നമ്മെ വഴി നടത്തും. 7, വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് അവൻ നമ്മെ അറിയിക്കും. യോഹന്നാൻ 16:13 വായിച്ചത്. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതെന്തുവാ? എന്റെ ഭാര്യയുടെ വയറ്റിലാണെന്നോ പെണ്ണാന്നോ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നെന്നും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ? ഇതിനെയൊക്കെയാ എന്നെ പോലുള്ളവർ എതിർക്കുന്നത്. അല്ലാതെ സത്യത്തിലുള്ള ദൈവാത്മാവിലെ പ്രവചനങ്ങളെയോ ദൈവാത്മാവിലെ പ്രവർത്തനങ്ങളെയോ അല്ല. ഞാൻ സ്വയം പ്രവചിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമുള്ള സമയത്തൊക്കെ പ്രവചിക്കും. ചിലപ്പം കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടായിരിക്കും, തലേ കൈ വെക്കാതെ ആയിരിക്കും, നിൽക്കുന്നിടത്ത് നിന്നോണ്ടായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ പ്രവചിക്കാറുണ്ട്. അന്യഭാഷ പറഞ്ഞ് ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. സ്വയം ആ ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ ചെയ്യുന്നു. പക്ഷേ പ്രശ്നവും എതിർപ്പും ഈ കാര്യങ്ങളോടാ, ഈ കൂട്ടരോടാ. ഒരു കുടുംബം വിവാഹിതരായി, സഹോദരി ഗർഭിണിയായിട്ടിരിക്കുന്നു. അവര് പറഞ്ഞു പോലും ഇല്ലെന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹം തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കാനിങ് ഒക്കെ നടത്തിട്ട് പറഞ്ഞു, മറ്റേ മൂത്ത കുഞ്ഞ് പെണ്ണ, ഇതും പെണ്ണ കേട്ടോ. പക്ഷെ ജനിച്ചപ്പോ ആണായിരുന്നത്. നടന്ന സംഭവം ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് ഒന്ന് ചോദിക്കാമെങ്കിൽ ഞാൻ പറയാം, ഇവിടെ പറഞ്ഞില്ല. ഇതാണോ വരാനുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു പറഞ്ഞ്? അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടത് എസ്കറ്റോളജിക്കൽ, യുഗാന്ത്യ വിജ്ഞാനീയമായ അല്ലെങ്കിൽ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട ഭാവികാല വിഷയങ്ങളെ ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരുടെ ശുശ്രൂഷയാണ്? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. എന്ത് കരുതി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന മറ്റു കാര്യങ്ങളൊന്നും പറയില്ലേ? ആവശ്യമുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് അതും പറയും. ചിലപ്പോൾ ജോലി പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുന്ന കാര്യം നേരത്തെ പറഞ്ഞെന്നിരിക്കാം. അതൊക്കെ ഉണ്ട്. ദൈവാത്മാവ് അത് ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്നും അത് ചെയ്യുന്നു. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് ദൈവാത്മാവാണെന്നൊന്നും ആരും
തെറ്റിദ്ധരിച്ചേക്കരുത്. ചിലർ പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ഇന്ന സ്ഥലത്ത് ഇടത്തുവശത്തായിട്ട് തെക്ക് ഭാഗത്തായിട്ട് 2 വാഴ നിൽപ്പുണ്ട്. അയ്യോ, ഇതൊന്നും പറയുന്ന പരിപാടിയല്ല പരിശുദ്ധാത്മാവിൻ്റെത്. ഞാൻ താജ്മഹലിന്റെ നഗരമായ ആഗ്രയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ധാരാളം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഫ്രഞ്ച് ഗൈഡ്, അവിടുത്തെ കാരൻ ഒരാളാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ധാരാളം പണമുണ്ട്, വീട്ടിൽ 2 വേലക്കാരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നേ, കല്യാണം കഴിച്ചിട്ടില്ല, വീട് കൂട്ടത്തില്ല, ഇഷ്ടം പോലെ കാശുണ്ട്, 2 വേലക്കാരെ, 2 പുരുഷന്മാരെ വേലക്കാരെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. വീട് കൂട്ടത്തില്ല, അലമാര കൂട്ടത്തില്ല, ഒന്നും ചെയ്യത്തില്ല, കാശും കുത്തനൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഇവന്മാരാരെങ്കിലും ഇത് കൈവച്ചാൽ ഇങ്ങനെ എവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഇത് എടുത്തോണ്ട് പോകാമെന്ന് വെച്ചാൽ അപ്പോഴേ അദൃശ്യരായ ചില പുള്ളികളിൽ നിന്ന് ഈ മോട്ടിച്ചോണ്ട് പോകുന്നവരെ പൊക്കിയെടുത്ത് അമ്മാനമാടും. അപ്പോഴേ തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഇവരെ അടങ്ങി അവിടെ കഴിഞ്ഞോളും. അതുകൊണ്ട് ഇയാൾക്ക് അവിടെ കള്ളം കയറുമെന്നോ ഈ വേലക്കാരും മോട്ടിച്ചോണ്ട് പോകുമെന്നോ ഒരു പേടിയില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ അംഗങ്ങളായിരുന്ന ഒരു ഫാമിലി, അവിടുത്തെ ഒരു മകന് കോഴിക്കടയുണ്ട്, പോൾട്രി ഷോപ്പുണ്ട്. അവിടെ ഇവരെല്ലാം കൂടെ കൂടും. ഇങ്ങനെ വരുമ്പം ചുറ്റുപാട് ആൾക്കാരൊക്കെ കൂടും. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെ സംശയമാണ്, ചുമ്മാ പറയണതൊക്കെ. അപ്പൊ പറയും, നിന്റെ കാര്യം പറയാം, നിന്റെ വീട്ടിൽ അമ്മ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബ്ലൗസ് ഇതാ, നിന്റെ അമ്മ ഇപ്പൊ ഇന്നത് ചെയ്തോണ്ടിരിക്കുക, ദാ നിന്റെ വീടിന്റെ അടുക്കളയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഇരിക്കുന്നു, ദാ ആ ഗ്ലാസ് താഴെ വീഴുന്നു പക്ഷെ പൊട്ടിയില്ല, ദാ ഇന്ന ഗ്ലാസ് വീഴുന്നു അത് പൊട്ടുന്നു. എപ്പോ വിളിച്ചു ചോദിച്ചോ സംഭവം അങ്ങനെ തന്നെ നടന്നു, അങ്ങനെ തന്നെ. ഇനി വിശ്വസിക്കാത്തവരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ ഈ കസേരയോടെടുത്ത് പൊക്കെടുത്ത് ആടിയിടുമായിരുന്നു. അയാളല്ല, ഏതോ ഒരു ആത്മാവ്. അയാളിൽ ഉണ്ടായിരുന്ന ആ സിദ്ധി ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വീട്ടിൽ എന്തോ ആഹാരം വെച്ചത്, വീട്ടിൽ ഇന്ന പാത്രത്തിൽ എന്തോ ഇരിക്കുന്നത്, ഇന്ന ഷെൽഫിൽ എന്തോ ഇരിക്കുന്നത്, എന്തോ വീട്ടിലുള്ള ഭാര്യ, അമ്മ, മക്കൾ ധരിച്ചിരിക്കുന്നത്, ഇതൊക്കെ പറയും. ഇതൊക്കെ പറയുന്ന പരിപാടിയല്ല ആരുടേത്? പരിശുദ്ധാത്മാവിൻ്റെത്. സിദ്ധികളുള്ളവർ ചെയ്തോട്ടെ, നമുക്ക് വിഷയമില്ല. എന്നാൽ ഇന്ന് ദൈവസഭ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശുശ്രൂഷിക്കുന്നു എന്ന് പറയുന്ന ഇടങ്ങളിൽ നടക്കുന്ന പലതും ഇതാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനപ്രകാരം അങ്ങനെ അല്ല എന്ന് ജനത്തെ ധരിപ്പിക്കേണ്ട കടമ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഈ കാര്യം പറഞ്ഞു പിടിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വശീകരിക്കപ്പെട്ടുകൂടാ. ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുക. Holy Spirit will glorify Christ. ബാക്കി കാര്യങ്ങൾ കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആര് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ ആ ആത്മാവ് സത്യമാണ്, പരിശുദ്ധാത്മാവല്ല. നമ്മളെ സ്നാനപ്പെടുത്തിയ ആളിനെയോ ഇന്നടത്ത് പ്രസംഗിച്ച ആളിനെയോ ഇന്നാളിന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ രോഗം മാറിയെങ്കിൽ ആ പുള്ളിയെയോ ഒക്കെ നമ്മൾ പുകഴ്ത്തുന്നെങ്കിൽ അതാരുടെ പണിയല്ല, പരിശുദ്ധാത്മാവിൻ്റെതല്ല. പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നത് ഒറ്റ ഒരാളിനെ ഉള്ളൂ. ആരെയാ? നമുക്ക് വേണ്ടി പ്രാണനെ ക്രൂശിൽ യാഗമാക്കിയ യേശു ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി പച്ചമുറിവുകൾ ഇന്നും ശരീരത്തിൽ വഹിക്കുന്ന നസറായനെ, നമുക്ക് വേണ്ടി മഹത്വത്തോടെ തേജസ്സിൽ എത്രയും പെട്ടെന്ന് വരുവാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ, അവനെയാണ് ഉയർത്തുന്നത് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രിയിൽ ആത്മാവിന് നമുക്ക് കീഴ്പ്പെടാം, ആത്മാവിന് നമുക്ക് വിധേയപ്പെടാം, ആ ആത്മാവിൽ നമുക്ക് ജീവിക്കാം, ആ ആത്മാവിൽ നമുക്ക് വളർന്ന് ക്രിസ്തു എന്ന നിത്യാവകാശത്തെ നമുക്ക് പ്രാപിക്കാം. ഒരു പക്ഷേ ഇന്ന് രാത്രിയാകാം ആ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് തന്നോടുകൂടെ എടുക്കപ്പെടുവാൻ, തന്നോട് അനുരൂപരായി നിത്യ തേജസ് അനുഭവിപ്പാൻ നമുക്ക് വിധേയപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.